അബിൻ വർക്കി ഇവിടെ MHയുടെ വാർത്താക്കുറിപ്പുണ്ട്. അതിൽ പറയുന്നു, മോഡി ഗവൺമെന്റ് സ്റ്റാൻഡ് ഷോൾഡർ ടു ഷോൾഡർ വിത്ത് ദ സ്റ്റേറ്റ്സ് അഫക്റ്റഡ് ബൈ ദ നാച്ചുറൽ കലാമിറ്റീസ് ഇൻ മിറ്റിഗേറ്റിംഗ് ദ ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ദെയർ പീപ്പിൾ. ആ ദെയർ പീപ്പിൾ തമിഴ്നാട് മതിയോ? ആ ദെയർ പീപ്പിൾ ത്രിപുര മതിയോ? ആ ദെയർ പീപ്പിൾ എന്തുകൊണ്ടാണ് കേരളം ഉണ്ടാവാത്തത്? അബിൻ വർക്കി, എന്തുകൊണ്ടാണ് വയനാട് ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് സുബേർമാൻ ഉണ്ടാവാത്തത്? 145 കോടി രൂപ 2 തവണയായിട്ട് കൊടുത്തത് ആർക്കാ? ഒരുപാട് ചർച്ച ചെയ്യാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അബിനൊന്ന് പറഞ്ഞു പൂർത്തിയാകട്ടെ. അബിനൊന്ന് പറയട്ടെ. ഞാൻ അങ്ങനെയൊക്കെ എത്തും. നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് വയനാട് ദുരന്തത്തെ കാണേണ്ടതുണ്ട്. ആ വയനാട് ദുരന്തത്തെ കാണേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് ശ്രീ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ 4-ാം ദിവസം തന്നെ വയനാട് ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട അടിയന്തര സഹായം, അത് കേരളം സമർപ്പിച്ച കണക്കും അതെല്ലാം കൂടി ചേർത്തുകൊണ്ട് അടിയന്തരമായ ധനസഹായം കേരളത്തിന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇല്ലാതെ BJPയുടെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ ശ്രീ അമിത് ഷാനെ കാണാനിടയായത്. അതിൽ രാഷ്ട്രീയമില്ല. കാരണം നമ്മുടെ ഒക്കെ മുമ്പിൽ വയനാട് എന്ന് പറയുന്ന വലിയ ദുരന്തം മാത്രമാണുള്ളത്. ഇപ്പോൾ ഇതുവരെയുള്ള സ്റ്റാറ്റസ് എടുത്തിട്ടുണ്ടെങ്കിൽ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് ലഭിക്കേണ്ട അടിയന്തര ധനസഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ ചുഴലിക്കാറ്റൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാടിന് അടിയന്തര ധനസഹായം നൽകേണ്ടതാണ്. അതിനകത്ത് നമുക്കൊന്നും ഒരു സംശയമില്ല, അത് നൽകേണ്ട തുക തന്നെയാണ്. അവർ അതിനകത്ത് ഡിസർവിങ്ങുമാണ്. പക്ഷേ ആ സഹായം എന്തുകൊണ്ട് കേരളത്തിൽ ലഭിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ഈ രാജ്യത്തെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ആ തുക കൊടുത്തപ്പോൾ വയനാടിനത് കൊടുത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രിയങ്ക ഗാന്ധിക്കുള്ള മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് കേരള സർക്കാർ കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റ്, അതായത് ഈ PDNA പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റിൻ്റെ റിപ്പോർട്ട്, അത് വൈകിയത് കാരണമാണ് ഈ തുക അനുവദിക്കാനുള്ള സമയം ഇത്രയും വൈകിയത് എന്നുള്ളതാണ്. നമുക്കിവിടെ പറയാനുള്ളത് 4 മാസം കഴിഞ്ഞു വയനാട് ദുരന്തം നടന്നിട്ട്. ഈ 4 മാസം കഴിയുമ്പോഴുള്ള വയനാടിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? നമുക്ക് ഒരു രാഷ്ട്രീയ തർക്കമായിട്ട് പലതും ഉന്നയിക്കാം. ഇപ്പോൾ ഫണ്ട് ലഭിക്കാത്തതിനെ പറ്റി നമുക്ക് പല തർക്കങ്ങളും വയനാടുമൊക്കെയായി ബന്ധപ്പെട്ട് നമുക്ക് സ്വീകരിക്കാം. എന്താണ് ഈ 4 മാസം കഴിയുമ്പോൾ വയനാടിൻ്റെ അവസ്ഥ എന്ന് നമ്മളൊക്കെ ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. ഒന്ന്, നമ്മളവിടെ ഒരു റീകൺസ്ട്രക്ഷൻ, അതായത് വയനാട് റീബിൽഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാവരും പലരും സ്പോൺസർഷിപ്പായി നമ്മളവിടെ വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ യുവജന സംഘടന എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയോ, സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ 2 ഭൂമിയും ആ 2 ഭൂമിയിന്മേൽ കേസ് വന്ന് അത് ബത്തേരി കോടതിയിൽ കിടക്കുകയാണ്. ഇനി അത് റിലീസ് ചെയ്ത് കിട്ടണമെങ്കിൽ ആ കേസ് തീർന്ന് എത്ര നാൾ എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, അവിടെ ഒരു സ്റ്റാറ്റസ്, അതായത് 45 പേരുടെ DNA ടെസ്റ്റുകൾ അടങ്ങിയ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ വയനാടിനെ പറ്റി നമുക്കൊരു സ്റ്റാറ്റസ് ഇതേവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഞാനിത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങളും MP എന്നുള്ള നിലയിൽ ഞങ്ങളുടെ MPയും ഒക്കെ ചേർന്ന്, മാധ്യമപ്രവർത്തകരും ഒക്കെ ചേർന്ന് നടത്തേണ്ട ഒരു റീബിൽഡിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനകത്ത് കേന്ദ്ര സർക്കാർ അവരുടെ ഫണ്ടുകൾ എത്രയും വേഗം നമുക്ക് നൽകേണ്ടതുണ്ട്. ആ എത്രയും വേഗം നൽകണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കവിടെ ഇപ്പോൾ വയനാട്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടിട്ട് ഉണ്ടായിരിക്കുന്നത്, ഹാഷ്മി നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, വാടക വീടുകളിൽ കിടക്കുന്ന ആളുകൾക്ക് വാടക കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നം അവിടെ വന്നിരിക്കുകയാണ്. ഇനി 3, അവിടെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കറിയാം, അവിടെ ലങ്സിൽ ചെളി പറ്റിയ ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള എത്ര ആളുകളുണ്ടെന്ന് നമുക്കിപ്പോഴും അറിയില്ല. പലരും അടിയന്തരമായി തുടർ ചികിത്സ വേണ്ടവരാണ്. ആ തുടർ ചികിത്സ വേണ്ടവരാരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ നമുക്ക് ഇതേവരെ സാധിച്ചിട്ടില്ല. ഇത് ഏറ്റവും ചുരുങ്ങി ഒരൊറ്റ കാര്യം ഞാൻ പറയാം. അവിടെ 3 ഓഫീസുകളാണ് റവന്യൂ വകുപ്പിന് വയനാടുള്ളത്. 1 കൽപ്പറ്റയിലെ കളക്ടറേറ്റ് ഓഫീസ്, 2 ചൂരൽമലയിലെ വില്ലേജ് ഓഫീസ്, 3 വൈത്തിരിയിലെ താലൂക്ക് ഓഫീസ്. നിങ്ങൾക്കറിയാം, ഒരു സെൻട്രലൈസ്ഡ് ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഒരു വ്യക്തി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു കത്ത് കൊടുക്കാൻ ചിലപ്പോൾ കൽപ്പറ്റയിൽ പോയാൽ കൽപ്പറ്റയിൽ ചെല്ലുമ്പോഴായിരിക്കും അറിയണത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലെറ്റർ വേണമെന്ന്. തിരിച്ച് 30 കിലോമീറ്റർ യാത്ര ചെയ്ത് ചൂരൽമലയിൽ വേണം, ഇല്ലെങ്കിൽ 30 കിലോമീറ്റർ യാത്ര ചെയ്ത് വൈത്തിരിയിൽ ചെല്ലണം. നമുക്കൊരു സെൻട്രലൈസ്ഡ് ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോഡൽ ഓഫീസറെയും കുറച്ച് ഉദ്യോഗസ്ഥരെയും നിയമിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഓഫീസ് ഇതേവരെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട തുക അടിയന്തരമായി കിട്ടേണ്ടതുണ്ട്. അതിൽ അനാസ്ഥയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നുള്ളത് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ ഒരു ജില്ലാ ദുരന്തം എന്നുള്ള പരിഗണനയെങ്കിലും കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്.
ആ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ അതിനകത്ത് രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിനെ വിമർശിക്കില്ല, അവർക്ക് പല സ്ട്രഗിളും ഉണ്ടായിരുന്നിരിക്കാം ഇതിനിടയിൽ. പക്ഷേ ഈ 4 മാസം കഴിഞ്ഞ ഈ ദിനത്തിലും വയനാടിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 100 കണക്കിന് ആളുകൾ ഇന്നും മണ്ണിനടിയിൽ ഉണ്ട് എന്ന് വയനാടുകാർ വിശ്വസിക്കുമ്പോൾ, സുബൈറിനെ പോലുള്ള ദുരന്ത ബാധിതർ ഈ വയനാട് ദുരന്തത്തിന്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ട് ഇന്നും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ മുമ്പിൽ കൈ നീട്ടിക്കൊണ്ട് ഈ ചാനൽ മുറിയിൽ ഇരിക്കേണ്ട ഗതികേട് വരുമ്പോൾ നമ്മളിവിടെ രാഷ്ട്രീയം സംസാരിക്കരുത് എന്ന് ആത്മാർത്ഥമായി ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പാർലമെന്റിൽ ഉന്നയിക്കാത്തതാണ് പ്രശ്നമെങ്കിൽ രാഹുൽ ഗാന്ധി 2 or 3 ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇനി പാർലമെന്റിലല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കേരളത്തിലെ MP മാരെല്ലാം ചെന്ന് വ്യക്തിപരമായി കാണുകയാണ്. എന്തിനാണ്? ഈ വിഷയം ഉന്നയിക്കാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ഇതൊരു ഡെലിഗേഷൻ ഉണ്ടായിട്ടില്ല, ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നങ്ങൾ. അത് നിരവധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് BJP-ക്കാർ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അടിയന്തരമായി നമുക്കൊക്കെ ചേർന്ന് തോന്നുന്നു. ഇപ്പൊ ശ്രീപത്മനാഭൻ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന MP മാറ്റി നിർത്തേണ്ട കാര്യമില്ല. കാരണം എന്താ? അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MP ആണ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. ഈ കേന്ദ്രമന്ത്രിക്ക് ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനകത്ത് എന്താ സംശയമുള്ളത്? നമ്മൾ ആരെങ്കിലും എതിരിടുന്നുണ്ടോ? അപ്പൊ അദ്ദേഹത്തെ എന്തിനാണ് മാറ്റി നിർത്തുന്നത്? അദ്ദേഹം വേറെ ഒരു ഗ്രഹത്തിലെ ജീവിയൊന്നുമല്ലല്ലോ. കേരള സംസ്ഥാനത്തെ ഒരു വോട്ടറും കേരളത്തിലെ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗവും നമ്മുടെ ഒക്കെ ഒരു മന്ത്രിയുമല്ലേ. അപ്പൊ ആ മന്ത്രിയും ഉൾപ്പെടെ വയനാടിന് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭേദമന്യേ പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ നേതൃത്വത്തിൽ നമുക്ക് കൃത്യമായ റീബിൽഡ് വയനാട് എന്ന പ്രൊജക്റ്റിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. പക്ഷേ അതിന് കേരള സംസ്ഥാന സർക്കാരുകൾ കേരള സർക്കാരുകൾ കുറച്ചുകൂടി ഒരു മുന്നോട്ട് പോകൽ നടത്തേണ്ടതുണ്ട്. ശരി, ഉറപ്പായും. പക്ഷേ ഉണ്ടാവാം സംസ്ഥാന സർക്കാർ അവിടെ ചെയ്യുന്നതിൽ ചില പോരായ്മകൾ, അപര്യാപ്തതകൾ ഉണ്ടാവാം. ഈ സ്ഥലം നമ്മൾ കണ്ടുവച്ച 2 സ്ഥലം പോലും വ്യവഹാരക്കുരുക്കിൽ പോകുന്നതിലും ചോദ്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് കിട്ടാനുള്ള ഗണ്യമായ തുക കിട്ടിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകൂ അബിൻ. അപ്പോൾ ഉറപ്പായും നമുക്ക് സംസ്ഥാനത്തിന്റെ അപര്യാപ്തത ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം കുറച്ചുകൂടി ശക്തമായി കേന്ദ്ര ഫണ്ട് കിട്ടിയ മതിയാവും. എന്റെ ആദ്യത്തെ ആവശ്യം 2221 കോടി രൂപ കോടി രൂപ അത് കേരളം ആവശ്യപ്പെട്ടത് ലഭിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം. അത് പ്രിയങ്ക ഗാന്ധി ഇത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ടത്.